10,000-കണക്കിന് ആൾക്കാർ ഈ രോഗം പിടിച്ചിട്ട് പടച്ചവനെ എന്ത് ചെയ്യണമെന്നറിയാതെ, എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്ത ഒരു പ്രയാസത്തിന്റെ നടുവിലൂടെ കടന്നു പോകുകയാണ്. കപ്പലിൽ സഞ്ചരിക്കുന്നവർ അവരെന്ന് കടലിൽ കിടക്കുകയാണ്. കരയിലേക്ക് കൊണ്ടുവരാൻ ഈ രോഗം പിടിച്ചവർ എന്തിന് നമ്മുടെ രാജ്യത്ത് പോലും, കേരളത്തിൽ പോലും എന്റെ പ്രിയപ്പെട്ടവരെ, 3ഓളം എന്തിന് നിങ്ങളുടെ അടുത്ത ജില്ലയായ കാസർഗോഡ് ജില്ലയിൽ പോലും ഇങ്ങനെയുള്ള മാരകമായ ഈ വൈറസ് രോഗങ്ങൾ പിടിപെട്ടവരെ കുറിച്ച് പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങളും വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും ഒരു അവസാനം കാണുന്നില്ല. ഒന്നിനു പുറകെ ഒന്നൊന്നായി അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ നമ്മളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിനും ഒരു അവസാനം കാണുന്നില്ല. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് വന്നുകൊണ്ടിരിക്കുന്നു. പേമാരി പെയ്യുന്നത് പോലെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ, അള്ളാഹുവിന്റെ അദാബുകൾ നമ്മളെ തേടി ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മുസ്ലിം സമുദായം, ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ മുഴുവനും നമ്മളിൽ ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മളെ ഭയപ്പെടുത്തുന്ന, നമ്മൾ പലരും പേടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വിഷയമാണ് പൗരത്വ ബില്ല്, NRCയെ കുറിച്ച്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏകദേശം എന്തുകൊണ്ട് നമ്മളെല്ലാവരും വല്ലാത്ത ഭയത്തിന്റെ നടുവിലാണ്, വല്ലാത്ത ഒരു ഉൾഭയം നമ്മളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞു. ഒന്നിനും ഒരു അവസാനം കാണുന്നില്ല. ദുആ ചെയ്യുന്നുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, എല്ലാവരും അള്ളാഹുവിനോട് ഒരുപാട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നുണ്ട്, എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നിനും ഒരു അവസാനം കാണുന്നില്ല. വല്ലാത്ത ഭയത്തിന്റെ നടുവിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ എല്ലാവരും നമ്മളോട്, എല്ലാവരും പരസ്പരം അങ്ങനെ ഒരു ഭയത്തിന്റെ നടുവിൽ ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ, പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടും നിങ്ങളോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? നീ കഴിവുള്ളവനാണല്ലോ, ബുദ്ധിയുള്ളവനാണല്ലോ, നീ ബുദ്ധിയുള്ളവനാണെന്ന് പറഞ്ഞ് നടക്കുന്നവനാണല്ലോ, എന്തുകൊണ്ട് നീ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പോലും നമ്മളോട് ചോദിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. എല്ലാവരും വല്ലാത്ത പ്രയാസത്തിന്റെ നടുവില് ഇസ്ലാമിനെതിരായി ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായി എല്ലാവരും തിരിഞ്ഞിരിക്കുകയാണ്. അവിടെയും ഇവിടെയും നിന്നുകൊണ്ട് പലരും നമുക്ക് അനുകൂലമായി സംസാരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് തന്നെ അറിയാം എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എല്ലാവർക്കും വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്നു. എല്ലാം നമുക്കെതിരായിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്താൻ നോക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാർ, അതിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക. അള്ളാഹു ചിന്തിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും എല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കോടതികൾ പോലും നമുക്കെതിരെ, കോടതികൾ പോലും നമ്മളിലേക്ക് നോക്കാൻ കഴിയാത്ത രീതിയിൽ, കണ്ണു തുറക്കാൻ കഴിയാത്ത രീതിയിൽ കോടതികൾ മുഴുവനും മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകനതാ പടച്ചവനെ ഒരു ഈന്തപ്പന മരത്തിന്റെ ഓലയുടെ മുകളിൽ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കിടക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അതാ അബ്ദുല്ലാഹ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബികളുടെ കൂടെ വേറെ കുറെ സ്വഹാബത്ത് എല്ലാവരും കൂടെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വന്നിട്ട് ആ സ്വഹാബി പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുസ്ലിമീങ്ങളായ സ്വഹാബികളുണ്ടല്ലോ, അവര് മുത്തുനബിയുടെ ചാരത്തേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. മഹാനായ അറത്ത് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ വസ്ത്രം അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകനെ ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പീഡനങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, എനിക്ക് പീഡനങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകനോട് അനസ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞു വിളിച്ചുകൊണ്ട് തന്റെ ശരീരം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ശത്രുക്കളതാ മുസ്ലിമായതിന്റെ പേരിൽ അതാ പഠിപ്പിച്ച കമ്പികളുണ്ടല്ലോ, പഠിപ്പിച്ച ചങ്ങലകളുണ്ടല്ലോ, മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ ഇങ്ങനെ ചങ്ങല കൊണ്ടുകൾ തല്ലുകയാണ്. പഠിപ്പിച്ച കമ്പി കൊണ്ട് മഹാനവറുകളുടെ പച്ചയിറച്ചിയുണ്ടല്ലോ,
അതാ അവർ കമ്പി കൊണ്ട് കുത്തിയെടുത്തിരിക്കുകയാണ്. അതാ തന്റെ പച്ചയിറച്ചി ഇങ്ങനെ കരിഞ്ഞിരിക്കുകയാണ്. അതാ ശരീരം മുഴുവനും കരിഞ്ഞ് വേദന സഹിക്കാൻ കഴിയാതെ മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, ഈ പീഡനങ്ങൾ താങ്ങാൻ കഴിയുന്നില്ല നബിയേ, എന്റെ ശരീരം കണ്ടോ, എന്റെ പച്ചയിറച്ചി അവർ കരിച്ചിരിക്കുകയാണ്, അവർ പച്ചയിറച്ചി കുത്തിയെടുത്തിരിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യ് നബിയേ. എന്നാണ് ഇതിനൊരു അവസാനമുണ്ടാകുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് വന്ന് പരാതി പറഞ്ഞ സ്വഹാബത്തിനോട് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത്, സഹാബാ, നിന്റെ മുൻഗാമികളുണ്ടല്ലോ, നമ്മുടെ മുൻഗാമികളുണ്ടല്ലോ, ആ മുൻഗാമികളെ ബനൂ ഇസ്രായേൽ ജീവിച്ചിരുന്ന മുസ്ലിമീങ്ങളായ സഹോദരങ്ങളുണ്ടല്ലോ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരുന്ന മുസ്ലിമീങ്ങളെ ശത്രുക്കളെ പിടിച്ചുകൊണ്ട് വരികയാണ്. അവരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അതാ ഒരു കുടി കുത്തിയിട്ട് കുടിക്കകത്ത് ഇറക്കി നിർത്തുകയാണ്. അവിടെ നിന്നൊരു ചെറിയ കുടി കിടക്കുകയാ, ആ കുടിക്കകത്ത് അവരെ ഇറക്കി നിർത്തുകയാണ്. എന്നിട്ട് പടച്ചവനെ അവരോട് ചോദിക്കും, ഇസ്ലാമിൽ നിന്ന് തിരിച്ചു വരുമോ? അങ്ങനെ തിരിച്ചു വരാൻ തയ്യാറാകാത്തവരുടെ നടുന്നതാ തലയുടെ മധ്യഭാഗത്തു, അവരുടെ തലയുടെ നടുഭാഗത്തു ഈർച്ചവാള് വെച്ചിട്ട് അവരെ രണ്ടായിട്ട് മുറിച്ചു കളയും സഹാബാ. അതാ ഒരു പേപ്പർ കീറിക്കളയുന്നത് പോലെ അതാ തലയുടെ മധ്യഭാഗത്ത് വാള് വെച്ചിട്ട് അവരുടെ ശരീരം രണ്ട് കഷ്ണങ്ങളായി മുറിച്ചു മാറ്റുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊക്കെ ചരിത്രങ്ങൾ വെറുതെ പറഞ്ഞതല്ല. ഒരുപാട് ചരിത്രങ്ങൾ നമുക്കറിയുമല്ലോ. നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ച പീഡനങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകളുമല്ല. ഈ ചരിത്രങ്ങളൊക്കെ വെറുതെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തന്നതല്ല. അവിടുത്തെ ഹദീസിന്റെ കിതാബുകളിൽ വെറുതെ പറഞ്ഞിരിക്കുന്നതല്ല. എനിക്ക് മുമ്പ് വഅദ് പറഞ്ഞ പ്രവാചകനുണ്ടല്ലോ, അല്ലാഹുവേ, സയ്യിദ് ശുഹദാഇ ഹംസ, മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു, അവിടുത്തെ ജീവിതത്തെ കുറിച്ച് ആ മഹാനിന്റെ ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. തന്റെ കയ്യും കാലും കണ്ണും കരളും തലച്ചോറുമല്ല അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തതിന്റെ ചരിത്രം പറഞ്ഞല്ലോ. ഈ ചരിത്രമൊക്കെ വെറുതെ ഉസ്താദന്മാര് പിരിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്ന ചരിത്രമല്ല. ഇത് വെറുതെ വായിച്ചു കളയാനുള്ള ചരിത്രമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് നമ്മളോട് ചോദിക്കുകയാ. ചെറിയ പ്രയാസങ്ങളും ചെറിയ പ്രതിസന്ധികളും നമ്മളിലേക്ക് കടന്നു വരുമ്പോ ഭയന്ന് വിറയ്ക്കുന്ന മുസ്ലിമേ, പേടിക്കുന്ന മുസ്ലിമേ, എന്ത് ചെയ്യണമെന്നറിയാതെ ഉറക്കം പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന പെങ്ങള്, അല്ലാഹു നിങ്ങളോട് ചോദിക്കുകയാ. നമ്മൾ ഓരോരുത്തരോടും പടച്ചറപ്പ് ചോദിക്കുകയാണ്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും എടുക്കുന്ന പടച്ചറപ്പിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളങ്ങ് വെറുതെ കടന്നു പോകാമെന്ന് കരുതിയോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ? അല്ലാഹു പറയുകയാ, ഇല്ല. ഫലമ്മാ യഅതികും മസലുല്ലദീന ഖലൗ മിൻ ഖബലികും, നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇതെല്ലാം നീയും നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാതെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാമെന്ന് നീ കരുതുന്നുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, എന്റെ പ്രിയമുള്ളവര്, എന്തുകൊണ്ട് അല്ലാഹു നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്നറിയുമോ? മാരക രോഗങ്ങൾ തരുന്നു, വല്ലാത്ത പരീക്ഷണങ്ങൾ തരുന്നു. ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും നാല് ഭാഗങ്ങളിൽ നിന്നും അല്ലാഹുവേ, അതാ കടലും കരയും
ഇടയിൽ നിന്ന് നമ്മളിലേക്ക് അദാബുകൾ കടന്നു വരുമ്പോ അതിന്റെ കാരണം എന്തെന്നറിയുമോ? നിങ്ങൾ ചോദിക്കും, ഉസ്താദേ, നിസ്കരിക്കുന്നവനുമുണ്ട്, നിസ്കരിക്കാത്തവനുമുണ്ട്, എല്ലാവരിലേക്കും ഈ പരീക്ഷണം കടന്നു വരുന്നല്ലോ. എന്തിനാണ് അല്ലാഹു നമ്മളെ പരീക്ഷിക്കുന്നതെന്നറിയുമോ? എന്തിനാണ് അല്ലാഹു ഈ ദുരന്തങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, നമ്മുടെ ഈമാനിനെ അളക്കുന്നതിനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരുന്നു, എന്തുകൊണ്ടാണ് നമുക്ക് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി നമ്മളിലേക്ക് കടന്നു വരുന്നത്? ഒന്നിനും ഒരു അവസാനമില്ല. എല്ലാം നമ്മൾ വിചാരിച്ചു, പടച്ചവനെ, മാരകമായ നിപ പോലെയുള്ള വൈറസ് രോഗങ്ങൾ വന്നു, കൊടുങ്കാറ്റടിച്ചു, വെള്ളപ്പൊക്കമുണ്ടായി, ഉരുൾപൊട്ടലുകളും ഇതെല്ലാം ഉണ്ടായി കഴിഞ്ഞു. പടച്ചവൻ അതെല്ലാം കഴിഞ്ഞപ്പോൾ അടുത്തത് ഇപ്പൊ വൈറസ് രോഗങ്ങൾ വന്നു, അതും പോകട്ടെ. പൗരത്വ ബില്ലാണ് ഇപ്പൊ ഏറ്റവും അവസാനം നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് പടച്ചവനെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നു. എല്ലാവരും ഭയത്തിന്റെ നടുവില, വല്ലാത്ത പ്രയാസത്തിന്റെ നടുവില. എന്തേ ഇതിന്റെ കാരണം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മളൊക്കെ പറയും മുസ്ലിമീങ്ങളാ, 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 ഈമാനുള്ളവരാ, ഞാനൊരു വിശ്വാസിയാ എന്ന് ഞാനും നിങ്ങളും പറയുന്നുണ്ട്. പക്ഷെ ആ വിശ്വാസം ഉറച്ചതാണോ അതോ ചുമ്മാതെ പറയുന്നതാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാ അള്ളാഹു ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് തരുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ. പോരാ, ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ. പറ 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു വെളിച്ചത്തിലാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാവരും ഭയത്തിന്റെ നടുവില്, എല്ലാവരും ഇന്ന് പടച്ചവനെ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് നടപ്പാക്കിയവർ പിന്നോട്ട് പോകാതെ പല വളഞ്ഞ വഴികളിലൂടെ എങ്ങനെയെങ്കിലും ഈ രാജ്യത്ത് ഇത് നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോ, ഇനി മുസ്ലിം സമുദായം പടച്ചവനെ രേഖയുള്ളവനും രേഖയില്ലാത്തവനും എല്ലാവരും ഒരു ഭയത്തിന്റെ നിലവിലൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രങ്ങൾ എടുത്തു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഈ പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് തരുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ആലോചിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമ്മുടെ ഈമാനിനെ അല്ലാഹു പരീക്ഷിക്കുന്നതാണ്. എത്രയോ സത്യമാണ്. ഇന്ന് പലർക്കും എന്റെ പ്രിയപ്പെട്ടവർ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ ബില്ലിനെ ഭയക്കുന്ന ഓരോ സഹോദരങ്ങളോടും ഇനി മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ആവലാതിപ്പെടുന്ന, വീടിന്റെ പണി പലരും പൂർത്തീകരിച്ചു, വീടിന്റെ പണിയൊക്കെ പകുതിയിൽ തന്നെ നിർത്തിക്കഴിഞ്ഞു. ഇനി എന്തിനാ ഉസ്താദ്? ഒരു വലിയ ചോദ്യം പലരും കാണുമ്പോൾ ചോദിക്കുന്നു, ഉസ്താദ് ഇനി നമ്മൾ ഇനി എന്ത് ചെയ്യാനാ? വല്ലാത്ത ഒരു ഭയത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ തരുന്നത്, വിപത്തുകൾ തരുന്നത്, ദുരന്തങ്ങൾ തരുന്നത് നമ്മുടെ ഈമാനിനെ അളക്കാനാണെന്ന് മുത്തുനബി അവിടെ നിന്ന് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ഏകദേശമുള്ള എല്ലാവർക്കും എന്റെ പ്രിയപ്പെട്ടവരെ ഈ വിഷയങ്ങൾ വല്ലാത്ത പേടിയുള്ള വിഷയമാണ്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. നമ്മൾ മദ്രസയിൽ 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഈമാൻ കാര്യം 6, ഇസ്ലാം കാര്യം 5. പലർക്കും ഇന്ന് അതിന് ഓർമ്മ തന്നെ കാണാറില്ല. ഈമാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എത്ര പേർക്കറിയാം? ഈമാൻ കാര്യം 6 എണ്ണം തെറ്റാതെ പറയാൻ അറിയുന്ന എത്ര പേരുണ്ടാകും? ഒന്ന് മനസ്സിലെങ്കിലും പറഞ്ഞു നോക്ക്. ഈമാൻ കാര്യം 6 എണ്ണം, ഇസ്ലാം കാര്യം 5 എണ്ണം. ഇത് തെറ്റാതെ ഒന്ന് മനസ്സിൽ ഓർത്ത് നോക്കിയേ. ഞാൻ കൈയൊന്നും പൊക്കാൻ പറഞ്ഞില്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈമാൻ കാര്യം 1 എന്ത്, 2 എന്ത്, 3 എന്ത്, 4 ഏത്, 5 ഏത്, 6 ഏത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന് ആലോചിച്ച പറഞ്ഞങ്ങാതി ആലോചിച്ച ഈ 6 ഓർമ്മയുള്ളവരെന്ന് കൈവക്കിക്കേ. ഈമാൻകാരി 6 ഉസ്താദന്മാരെന്ന് തിരിഞ്ഞു വയ്ക്കോ. ഈമാൻകാരി 6 എണ്ണം ഉണ്ട്. 6 അറിയുന്നവരെന്ന് കൈവക്കിക്കേ. ഞാൻ ചോദിച്ചത് നിങ്ങൾക്കാർക്കും മനസ്സിലായില്ലേപ്പാ? ഇവിടെ വേറെ എന്തെങ്കിലും പറയുമോ? വേറെ എന്തെങ്കിലും പറയൂ സാർ. ഈമാൻകാരി, ഇസ്ലാം കാര്യം 5 എണ്ണം ഉണ്ട്. അറിയണവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. സുബ്ഹാനല്ലാഹ്, നമ്മളാ മുസ്ലിമീങ്ങൾ. അല്ലാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ.
നമ്മളാ മുസ്ലിമീങ്ങൾ ആലോചിക്കണം. ഈമാൻ കാര്യം താത്തമാരോട് ഞാൻ ചോദിക്കണില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 6 കാര്യങ്ങൾ വിശ്വസിക്കണം. അതാണല്ലോ വിശ്വാസപരമായ കാര്യങ്ങൾ 6 കർമ്മപരമായ കാര്യങ്ങൾ 5. അത് 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലല്ലേ? 1-ാം ക്ലാസ്സിലാണ് അബു ഇബ്നു ഉമ്മക്കല്ലേ പഠിപ്പിക്കുക അല്ലേ? 2-ാം ക്ലാസ്സിലാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ. അത് അവിടെ വെച്ച് പൂട്ടിയതാ. ഇപ്പോഴും നടക്കുന്നുണ്ട്. 35, 40, 50 വയസ്സുള്ള വാപ്പാമാരും കാക്കാമാരും. എന്താ ഈമാൻ കാര്യം? 1, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക അല്ലേ? അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, അള്ളാഹുവിന്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുക, മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കുക, അന്ത്യദിനത്തിനെ കൊണ്ട് വിശ്വസിക്കുക. അവസാനം വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, നന്മയും തിന്മയും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കുക. നീ പൗരത്വ ബില്ലിനെയും പേടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ നിനക്ക് എങ്ങനെ വിശ്വാസം പൂർത്തീകരിക്കാൻ പറ്റും? 6-ാമത്തെ കാര്യം എന്താ പറഞ്ഞേ? അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണം, അള്ളാഹിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കണം, അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കണം, അള്ളാഹുവിന്റെ ഖുർആനിനെ കൊണ്ട് വിശ്വസിക്കണം, അന്ത്യദിനത്തിനെ കൊണ്ട് വിശ്വസിക്കണം. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു 6, എടാ ദുഃഖവും സന്തോഷവും നന്മയും എല്ലാം പരീക്ഷണങ്ങളും എന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത് എന്ന് നീ വിശ്വസിക്കണം. നിനക്ക് വിശ്വാസമില്ല. വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ നീ പൗരത്തിനെ പേടിക്കുന്നത്? പൗരത്വ ബില്ലിനെ ഇപ്പൊ എല്ലാവർക്കും പേടിയല്ലേ? എന്തിനാ നീ ഭയപ്പെടുന്നേ? ഞാൻ ചോദിക്കട്ടെ, നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നു മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ ഒരു മലക്ക് നിന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നു വന്ന് നിനക്ക് റൂഹൂതി, നിന്റെ ആയുസ് എഴുതി, നിന്റെ റിസ്ക് എഴുതി, നിന്റെ പെണ്ണുമ്പിള്ളയുടെ പേരെഴുതി, നിനക്ക് ജനിക്കുന്ന മക്കളെ കുറിച്ച് എഴുതി വെച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, പൗരത്വം നഷ്ടപ്പെടുമോ പൗരത്വം കിട്ടുമോ, നീ എവിടെ കിടന്ന് എങ്ങനെ മരിക്കുമെന്ന് ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ അള്ളാഹ് എഴുതി വെച്ചിരിക്കുക. എന്റെ കാര്യം, എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ തന്നെ അള്ളാഹു എല്ലാം എന്റെ തലയിൽ എഴുതി വെച്ചിരിക്കുക. ആ എഴുതി വെച്ചിരിക്കുന്നത് ഈ കാണുന്ന മോഡി സാറോ അമിത്ഷായോ അല്ലെങ്കിൽ ഏതെങ്കിലും സാറന്മാര് വിചാരിച്ചാൽ തട്ടിമാറ്റാൻ പറ്റുമോ? ഉള്ളത് പറ, പറ്റുമോ? നിങ്ങൾ പറ, തട്ടിമാറ്റാൻ പറ്റുമോ? പറ്റുമോ? ഇല്ലേ? അള്ളാഹു എനിക്ക് തീരുമാനിച്ചിരിക്കുന്ന കാര്യം, പണ്ട് ചെറുപ്പക്കാർ പറയും വരാനുള്ളത് ഓട്ടോ വിളിച്ചിട്ടാണെങ്കിലും വരുമെന്ന്. ഞാൻ ഓട്ടോ വിളിച്ചിട്ട് വരുന്ന കാര്യം പറയണില്ല. നമ്മുടെ ഉമ്മാടെ ഗർഭാശയത്തിൽ കിടന്നപ്പോ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്ന കാര്യമേ ഇവിടെ നടക്കത്തുള്ളൂ. അതിനി ആരൊക്കെ തലകുത്തി മറിഞ്ഞാലും ജയിലിൽ പോയി ഉണ്ട തിന്നാൻ വിധിയുണ്ടെങ്കിൽ പോയി തിന്നും, ഇല്ലെങ്കിൽ വീട്ടിൽ കിടന്ന് മന്തി ബിരിയാണിയും തിന്നും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അത് വിശ്വസിച്ചാലേ നീ യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് മദ്രസയിൽ പഠിച്ചവനാ നീ. എന്നിട്ട് നീ എന്തിനാ ഇപ്പൊ ഇതിനെ ഭയക്കണേ? എന്റെ സഹോദര, നീ ഭയന്ന ദുനിയാവും പോയി, ആഖിറവും പോയി. ഭയന്നില്ലെങ്കിൽ ഇവിടെ പോയാൽ അവിടെയെങ്കിലും രക്ഷപ്പെടാം. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ചോദിക്കുകയാണ്, എന്തിനാ ഉസ്താദേ ഞങ്ങളെ അള്ളാഹു വല്ലാതെ പരീക്ഷിക്കുന്നല്ലോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേര് പടച്ചവനെ അതാ വല്ലാത്ത പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഒരുപാട് ദുരന്തങ്ങൾക്ക് നടുവിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ക്യാൻസർ രോഗം പിടിച്ചവരുണ്ട്, കിഡ്നി തകർന്ന് കിടക്കുന്നവരുണ്ട്, അള്ളാഹുവേ ശരീരം തളർന്ന് കിടക്കുന്നവരുണ്ട്, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരുണ്ട്, വർഷങ്ങളായി മക്കളില്ലാത്തവരുണ്ട്, പഠിച്ചവര് സ്വന്തമായിട്ട് കയറിക്കിടക്കാൻ ഒരു വീടില്ലാത്തവരുണ്ട്, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ നടുവിലൂടെയാണ് ഞാനും നിങ്ങളും ഇങ്ങനെ ജീവിക്കുന്നത്. എല്ലാവരും കരുതിയിരിക്കുകയാ, അല്ലാഹ് പഠിച്ചവൻ എനിക്ക് ഈ വേദനകളും ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ എനിക്ക് അല്ലാഹു തരുന്നത് അല്ലാഹുവിന് എന്നോട് എന്തോ ദേഷ്യമുള്ളത് കൊണ്ടാ. നമ്മളിൽ പലരും കരുതുന്നത് പഠിച്ചവൻ എനിക്ക് രോഗം തരുന്നത്, എനിക്ക് ക്യാൻസർ തന്നത്, എനിക്ക് മക്കളെ തരാത്തത്, എനിക്ക് വീട് തരാത്തത്, എന്റെ ശരീരം തളർത്തിക്കളഞ്ഞത്, എന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നത്, അള്ളാഹു എന്നെ രക്ഷപ്പെടുത്താത്തത് എന്നോട് പടച്ചവന് വല്ലാത്ത ദേഷ്യമുള്ളത് കൊണ്ടാ, അള്ളാഹ് എന്നെ വെറുപ്പുള്ളത് കൊണ്ടാ എന്ന് പലരും കരുതുന്നുണ്ട്, എന്ന് പലരും കരുതുന്നുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഒരിക്കലും നീ അങ്ങനെ കരുതാ പാടില്ല. ഒരിക്കലും നീ അങ്ങനെ കരുതാ പാടില്ല. 5 നേരം നിസ്കരിച്ചുകൊണ്ട് ശരീരം മറച്ചുകൊണ്ട് പണച്ചറപ്പിനെ പേടിച്ച് നടക്കുന്ന ഒരു പെണ്ണിന് അല്ലാഹു ഈ പരീക്ഷണങ്ങൾ നൽകിയാൽ 5 നേരം നിസ്കരിക്കുന്ന വാപ്പാ, ഖുർആൻ
ഓതുന്ന ചെറുപ്പക്കാരാ, എല്ലാ നല്ല കാര്യങ്ങൾക്കും മുന്നിലൂടി നടക്കുന്ന യുവത്വേ, പിന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പരീക്ഷണങ്ങൾ തരുന്നുണ്ടെങ്കിൽ അത് നിന്നോടുള്ള വെറുപ്പുള്ളത് കൊണ്ടല്ലടാ ചെറുപ്പക്കാരാ, നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അള്ളാഹു നിന്നെ വെറുപ്പായത് കൊണ്ടല്ല, അള്ളാഹു നിന്നോട് സ്നേഹം കൂടിയത് കൊണ്ടാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാഹു നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാണ്, അല്ലാതെ വെറുപ്പുള്ളത് കൊണ്ടല്ല. അള്ളാഹ്ക്ക് നിന്നെ കണ്ണുനീരുകൾ കുടിപ്പിച്ചിട്ട് അള്ളാഹിനെ സന്തോഷിക്കാൻ വേണ്ടിയല്ല. അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ഇന്ന അശദ്ദന്നാസി ബലാഗാ അൽ അംബിയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷിച്ചത് ആരെയെന്നറിയുമോ? കള്ളുകുടിച്ചവരെയല്ല, വ്യഭിചരിച്ചവരെയല്ല, പലിശ തിന്നവരെയല്ല, ശിർക്ക് ചെയ്തവരെയല്ല. അള്ളാഹു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയുമോ? ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ, അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ. ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യഅ്കൂബ് നബിയും യൂസുഫ് നബിയും യൂനുസ് നബിയും ഹാറൂൻ നബിയും യഹ്യാ നബിയും ഈസാ നബിയും. അല്ലാഹുവേ, ഈ കണക്കുന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ. ആ പ്രവാചകന്മാരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആ പ്രവാചകന്മാർക്ക്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു കണ്ണുനീര് കുടിപ്പിച്ചതാരെയാ? 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ മുർസലീങ്ങള്. ഇവരിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു വേദനിപ്പിച്ചത് ആരെയാണ്? ഇവരിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷണം കൊടുത്തത് ആരെയാണ്? അത് ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിരുന്നു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചത്, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ടത്. അത് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു എന്ന് ചരിത്രം അവിടെ പറഞ്ഞു തരുമ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ അല്ലാഹുവിന്റെ പ്രവാചകനോട് പടച്ച റബ്ബിന് വെറുപ്പുള്ളത് കൊണ്ടാണെന്ന്, അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണെന്ന് എനിക്കോ നിങ്ങൾക്കോ മരിക്കുന്ന കാലം വരെ പറയാൻ കഴിയുമോ? ഒരിക്കലും പറയാൻ കഴിയില്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, വെറുപ്പുള്ളത് കൊണ്ടല്ല, സ്നേഹം കൂടിയത് കൊണ്ടാ, സ്നേഹം കൂടിയത് കൊണ്ടാ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ, സ്നേഹം കൂടിയാൽ അല്ലാഹു കണ്ണുനീര് കൊടുപ്പിക്കുമോ? അടുത്ത ചോദ്യം, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കരുതിയിരിക്കുന്നത് നമുക്ക് ഈ ദുരന്തങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹ് നമ്മളോട് കാണിക്കുന്നത് അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടമില്ലാത്ത കൊണ്ടാണ്. അങ്ങനല്ല എന്റെ പ്രിയപ്പെട്ടവരെ. 5 നേരം നിസ്കരിച്ച് അള്ളാഹുവിനെ ഭയന്ന് നടക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു പരീക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അവനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്, നമ്മുടെ സ്നേഹം അളക്കുന്നതിന് വേണ്ടിയാ, നമുക്ക് അള്ളാഹു സ്വർഗം തരാൻ വേണ്ടിയാണ് പരീക്ഷിക്കുന്നതെന്ന് നബിയിന റസൂലുള്ളാഹി. അള്ളാഹ്ക്ക് സ്വർഗം തരണ്ടേ? പിന്നെ സ്വർഗത്തിൽ ഓസിന് കയറി പോകാൻ പറ്റൂലല്ലോ. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് വെറുതെ കയറി പോകാൻ പറ്റില്ലല്ലോ. നിനക്ക് അള്ളാഹു സ്വർഗം തരണമല്ലോ, നിനക്ക് അള്ളാഹു സ്വർഗം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആ സ്വർഗം തരണമെങ്കിൽ നീ എന്തെങ്കിലും അമല് ചെയ്യണമല്ലോ. നിന്റെ കയ്യിൽ ഒന്നുമില്ലാതെ വരുമ്പോൾ അള്ളാഹു ചില പരീക്ഷണങ്ങൾ നിനക്ക് തന്നിട്ട് അള്ളാഹു നിന്നെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്, വിഷമിപ്പിക്കുകയാണ്, കണ്ണുനീര് കുടിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ പാപങ്ങളെല്ലാം പുറത്തു തന്നിട്ട് അതിന് പകരമായിട്ട് അള്ളാഹു നിനക്ക് സ്വർഗം തരുമെന്ന് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ,
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പരീക്ഷണങ്ങളെ കുറിച്ച് അല്ലാഹു തന്നെ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പരീക്ഷണം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഖുർആൻ എടുത്തു നോക്കൂ. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പരീക്ഷണങ്ങളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഏത് പരീക്ഷണങ്ങളാണ് അല്ലാഹു തരുന്നത്? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസമറാത്ത് വബശ്ശിരിസ് സാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് കൊടുക്കുന്ന പരീക്ഷണങ്ങളെ കുറിച്ച് അവിടുന്ന് അല്ലാഹുവിന്റെ ഖുർആൻ എണ്ണി എണ്ണി പറയുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന പരീക്ഷണങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് എണ്ണി പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്ത പ്രവാചകൻ മുത്തുനബിയാണല്ലോ. അല്ലാഹുവേ, ജനിക്കുന്നതിന് മുമ്പേ വാപ്പ മരണപ്പെട്ടു, ഉമ്മാനെ കണ്ടു കൊതി തീരുന്നതിന് മുമ്പേ ഉമ്മയും പോയി. തനിക്ക് താങ്ങുമ തണലുമായി നിന്ന ഒരുപാട് പേരങ്ങ് പോയല്ലോ. ജീവിതത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ ഒറ്റപ്പെട്ടു പോയല്ലോ. എന്തിന്? വെറുപ്പുള്ളത് കൊണ്ടല്ല, സ്നേഹം കൂടിയത് കൊണ്ടാ. നിങ്ങൾ ചരിത്രമെടുത്തു നോക്കൂ. ഈ ചരിത്രങ്ങൾ കേട്ട് കഴിയുമ്പോ നമ്മൾ ഇവിടെ ഇരുന്ന് കൊണ്ട് പടച്ചവരോട് പറയുന്നു, അൽഹംദുലില്ലാഹ്, എനിക്കൊരു പ്രയാസവുമില്ല തമ്പുരാന്, എനിക്കൊരു പരാതിയുമില്ല അല്ലാ, ഞാൻ എത്രയോ വലിയ ഭാഗ്യവാനാണല്ലാ, ഞാൻ എത്രയോ വലിയ ഭാഗ്യവാനാണ്. ഇവിടെ ഇരുന്ന് കൊണ്ട് പടച്ചറപ്പിനെ നമ്മൾ സ്തുതിക്കുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നു, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അല്ലാഹു ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാ. അല്ലാഹു ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാ. പടച്ചവനെ ജീവിക്കാൻ തന്നെ വല്ലാത്ത പേടിയാ. അല്ലാഹുവേ, പടച്ചവന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയന്ന് ജീവിച്ചിരുന്നത് ആരെന്നറിയുമോ? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നല്ലോ. നമ്മളൊക്കെ എന്ത് ഭയമാ സഹോദരാ, ഞാനും നിങ്ങളും എന്ത് പീഡനങ്ങളാ അനുഭവിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ 10 വർഷക്കാലം അല്ലാഹുവിന്റെ പ്രവാചകന് സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ടുണ്ടോ? പടച്ചവനെ, എവിടെ നോക്കിയാലും പീഡനങ്ങളാണ്, എവിടെ നോക്കിയാലും അക്രമങ്ങളാണ്. അവരാരും കൊല ചെയ്തതിന്റെ പേരിലല്ല, രാജ്യദ്രോഹം ചെയ്തതിന്റെ പേരിലല്ല, മോഷണം നടത്തിയതിന്റെ പേരിലല്ല, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ഒറ്റ കാരണത്തിന്റെ പേരില്, മുസ്ലിമായി പോയതിന്റെ പേരില് പട്ടിയെ തല്ലിച്ചതയ്ക്കുന്നത് പോലെ ചോദിക്കാനും പറയാനും ഒരാൾ പോലും ഇല്ലല്ലോ. എവിടെ നോക്കിയാലും മുസ്ലിമീങ്ങളെ ഇട്ട് തല്ലിച്ചതയ്ക്കുന്ന രംഗം എങ്ങനെ കണ്ടുകൊണ്ട് നടക്കുകയാ. ഒരാൾക്കും പ്രതികരിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പോലെ പടച്ചവരെ എത്രയോ പേടിച്ചിരുന്നു. ശത്രുക്കളെല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകനെയാണ് നോട്ടമിട്ടിരുന്നത്. എങ്ങനെയും പ്രവാചകനെ വധിച്ചു കളയണമല്ലോ. നിങ്ങളുടെ ചരിത്രം എടുത്തു നോക്കൂ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ പീഡനങ്ങളെ സഹിക്കാൻ കഴിയാതെ ഓരോ സഹാബികൾ കടന്നു വന്നിട്ട് നിലവിളിക്കുന്നു, നബിയേ, സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, പീഡനങ്ങളാണ് നബിയേ. പ്രവാചകന്റെ മുന്നിലിട്ടാണ് സുമയ്യ റളിയല്ലാഹു തആല അൻഹ, അമ്മാർ റളിയല്ലാഹു തആല അൻഹു, യാസിർ റളിയല്ലാഹു തആല അൻഹു. മുസ്ലിമിന്റെ ചരിത്രം അറിയുമല്ലോ, ബിലാൽ തങ്ങളുടെ ചരിത്രം അറിയുമല്ലോ, അബൂ ഹുറൈറയുടെ ചരിത്രം അറിയുമല്ലോ. പടച്ചവനെ, എത്രയെത്രയോ സഹാബത്ത് പീഡനങ്ങളെ സഹിക്കാൻ കഴിയാതെ മുത്തുനബിയുടെ ചാരത്ത് വന്ന് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇനി എന്ത് ചെയ്യും നബിയേ? എത്രയോ പേരെ ജീവനോടെ കത്തിച്ചു കളഞ്ഞല്ലോ, എത്രയോ പേരെ കൊന്നു കളഞ്ഞല്ലോ.
അല്ലാഹുവേ എല്ലാവരും പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് അവിടുന്ന് പരാതി പറഞ്ഞല്ലോ. എന്റെ പ്രിയമുള്ളവരെ, എന്തിനു പറയണം? അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ ഹിജ്റയ്ക്ക് പറഞ്ഞു വിടുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകനും അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ അല്ലാഹുവിന്റെ റസൂൽ പോലും അവിടെ നിന്ന് തീരുമാനിച്ചപ്പോ ഇബ്ലീസ് വന്നിട്ടല്ലേ ശത്രുക്കളോട് പറഞ്ഞു കൊടുത്തത്? അല്ലാഹുവിന്റെ പ്രവാചകൻ നാട് വിടാൻ പോകുന്നു എന്ന് ഇബ്ലീസ് വന്ന് പറയുമ്പോ പൗരത്വം നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിക്കുന്നവര് എല്ലാവർക്കും പൗരത്വം നഷ്ടപ്പെട്ടല്ലോ. എന്തിനാ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത്? പൗരത്വം എന്റെ പ്രിയപ്പെട്ടവരെ, ആദം നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, നൂഹ് നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, ഇബ്രാഹിം നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, യൂനുസ് നബിയുടെ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ. എന്തിനു മനുഷ്യ ഈ ലോകം തന്നെ സിദ്ധിക്കാൻ കാരണക്കാരനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൗരത്വം വരെ നഷ്ടപ്പെട്ടല്ലോ. ഇതൊക്കെ വെറുതെയല്ല പറഞ്ഞു തന്നത്. അൻസാരിയായ സ്വഹാബത്തിന്റെ മുന്നിലേക്ക് മക്കയിൽ നിന്ന് മുഹാജിരീങ്ങളായ സ്വഹാബത്ത് പൗരത്വം നഷ്ടപ്പെട്ടു പോയ ചരിത്രങ്ങള് ഉസ്താദന്മാര് പിരിക്കാൻ പറഞ്ഞതല്ല, കേട്ട് സുഖിക്കാൻ പറഞ്ഞതല്ല. എടാ, നാളെ നിനക്കും ഇത് കടന്നു വരാനുണ്ട്, നീ തയ്യാറെടുത്തോ, നീ ഒരുങ്ങിക്കോ. ഇതൊക്കെ പഠിച്ച് നിന്റെ ഈമാനിനെ ഉറപ്പിച്ചോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ വെറുതെ എഴുതി വെച്ചതല്ല. ഹദീസിന്റെ കിതാബുകളിൽ വെറുതെ എഴുതി വെച്ചതല്ല. ചരിത്രങ്ങൾ വായിക്കുന്നത് പോലെ